കൺമണിയേ കൺമണിയേ പാട്ടുമുഴുകില്ലേ. വാണിയമ്മയുടെ പാട്ടുകളാണ് ഞാൻ കുഞ്ഞിനാളിലെ കുറേ കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിട്ടുള്ളത്. അതുകൊണ്ട് വാണിയമ്മയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എനിക്ക്. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി. ചിത്ര ചേച്ചിയുടെ കൂടെ കുറേ പാട്ടുകൾ ഞാൻ തെലുങ്കും തമിഴും ഒക്കെ ഒന്നിച്ച് പാടിയിട്ടുണ്ട്. നീലാക്കുടമേ നീലാക്കുടമേ നിശീധിനിയായി വിണ്ണോരം വാ. ജോൺസേട്ടന് ഭയങ്കര സങ്കടമായിരുന്നു. നീ എന്തിനാ ചെന്നൈയിൽ നിന്ന് പോന്ന്, നീ പോരണ്ടായിരുന്നു, എന്തോരം പാട്ടുകൾ പാടായിരുന്നു, നിനക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ എന്നെ പറഞ്ഞെന്ന് കുറേ ആശ്വസിപ്പിച്ച ഒരു ദിവസം. ചിന്ന ചിന്ന പൂങ്കൊടി ഉന്നെ ചുറ്റി പാടുതേ. ശ്രീകുമാരേട്ടൻ്റെ കൂടെ പാടിയതാണ്. ഫിഫി 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 നോ 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 ഫിലോമിന ഫ്രാൻസിസ്. இந்த வாட்டி உனக்கு தான் நேஷ்னல் அவார்டு கிடைக்க போகுது, நீ பாரு, உனக்கு தான் இந்த வாட்டி நேஷ்னல் அவார்டு. ഇത് ശരിക്കും ആരാത്? എനിക്ക് കാണാൻ പറ്റും. ഗോപി സുന്ദറാണോ? എനിക്ക് മനസ്സിലായില്ല. ഗോപി സുന്ദർ. അത് മിലി സിനിമയുടെ റെക്കോർഡിങ്ങിന് കൺമണിയെ പാടാൻ നേരത്തെ എടുത്ത ഫോട്ടോ. കൺമണിയേ കൺമണിയേ പാട്ടുമുഴുകില്ലേ. കൺമുന്നിൽ കാണുന്ന ദേവാംശമല്ലേ, നോവിൽ തലോടാനായി നിൻ സ്നേഹമില്ലേ. കണ്ണിൻ കണ്ണായി എന്നും നീയേ കൺമണിയേ. കൺമണിയെ എന്നുള്ള പാട്ട് പാടുന്നതിന് മുൻപാണ് ഞാൻ നിലാക്കുടമേ, നമ്മുടെ ദീപക് ദേവിൻ്റെ പാട്ട് പാടിയത്. അത് കേട്ടിട്ടാണ് ഗോപി സുന്ദർ ഈ വർക്കിന് വേണ്ടി എന്നെ വിളിച്ചതും. തിരുവനന്തപുരത്ത് വിസ്മയ സ്റ്റുഡിയോയിലായിരുന്നു എൻ്റെ റെക്കോർഡിങ്. ഈ ഫോട്ടോ നമ്മുടെ ഇളയരാജ സാറിൻ്റെ ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലിൻ്റെ ഫോട്ടോ ആണ്. അതായത് ശ്രീലങ്കയിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേജ് നടുക്കും, ഓഡിയൻസ് ഇങ്ങനെ ചുറ്റും ഇരിക്കും. അപ്പോൾ നമ്മൾ 4 സൈഡിലേക്കും തിരിഞ്ഞ് പാടണം. അങ്ങനെ ഒരു സ്റ്റേജാണത്. അപ്പം അവിടെ രാജാ സാറിൻ്റെ ആ ഗാനമേളയ്ക്ക് മുൻപ് സൗണ്ട് ചെക്കല്ല, അത് റിഹേഴ്സൽ തന്നെയാണ് ആ ഫോട്ടോ. അതിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള സിന്ധു, ഹൃദയവനിയിലെ എന്നുള്ള പാട്ട് പാടിയ സിന്ധു ഉണ്ട്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ദേവി എന്ന് പറഞ്ഞ നല്ല സിംഗേഴ്സാണ് അവരെല്ലാവരും. ദേവി പാടിയ പാട്ടാണ് തമിഴിലെ ഒത്ത രൂപ താര എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. പിന്നെ അടുത്തുള്ളത് സ്ഥിരം ഇളയരാജ സാറിൻ്റെ ഗ്രൂപ്പിൽ കോറസ് പാടിയിരുന്ന ചേച്ചിമാരാണ്. അന്ന് ജാനകിയമ്മ, ചിത്ര ചേച്ചി, മനോണ്ണൻ, ബാലോങ്കിള്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അന്ന് ആ ഷോയിലുണ്ടായിരുന്നു. അയ്യോ, അത് വാണിയമ്മ റെമി സ്റ്റുഡിയോയിൽ വെച്ചെടുത്ത ഫോട്ടോയാണത്. അതായത് എനിക്ക് ശബ്ദത്തിനും പ്രോബ്ലം തുടങ്ങിയ ആ സമയത്ത് വാണിയമ്മ അതറിഞ്ഞിട്ട് എന്നെ ആദ്യമായിട്ട് കണ്ടത് ആ ദിവസമാണ്. അന്ന് വാണിയമ്മ പാടിക്കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ
സ്റ്റുഡിയോയുടെ റിസപ്ഷനിൽ വെച്ച് എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് എന്ത് പറ്റി നിനക്ക് എന്ന് ഒരു ഹോമിയോ മരുന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുകയും ഒക്കെ ചെയ്ത ഒരു ദിവസമാണത്. ഒരുപാട് ഇഷ്ടമുള്ളൊരു എനിക്കും ഒരുപാട് ഇഷ്ടമാണ് വാണിയമ്മേനെ. വാണിയമ്മയുടെ പാട്ടുകളാണ് ഞാൻ കുഞ്ഞിനാളിലെ കുറേ കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിട്ടുള്ളത്. അതുകൊണ്ട് വാണിയമ്മയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എനിക്ക്. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മരവതി നിന്റെ ചൊടിയിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി. അയ്യോ, ഈ ഫോട്ടോ ഞാൻ സിലോണിൽ തന്നെ വെച്ചെടുത്തതാണ്. ആ പ്രോഗ്രാമിന് ജയനങ്ങൾ, മലേഷ്യ വാസുദേവനങ്ങൾ, പിന്നെ ഉണ്ണിയങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടിയാണ് ആ പ്രോഗ്രാമിന് പോയത്. അന്ന് റിഹേഴ്സൽ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഷോയ്ക്ക് മുമ്പ് അവിടുത്തെ സ്പോൺസേഴ്സൊക്കെ ഞങ്ങളെ കാണാൻ വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണത്. ഒരു സ്വീറ്റ് മെമ്മറീസാണ് അതൊക്കെ. ഇത് ഗംഗയാമരൻ സാറിൻ്റെ മ്യൂസിക് ഷോയാണ്. അതിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് മനു അണ്ണനാണ്, അമറങ്കിളാണ്. അത് ഏത് പാട്ടാണ് പാടണമെന്ന് ഓർമ്മയില്ല. അമറങ്കിളിൻ്റെ ഷോസിന് ഒത്തിരി ഞാൻ പോയിട്ടുണ്ട്. സ്വർണ്ണലതയും ഞാനും, ജാനകിയമ്മ, ചിത്ര ചേച്ചി, ബാലുഅങ്കിൾ, മനു അണ്ണൻ, അങ്ങനെ നല്ല എന്താ പറയുക, സുഖമുള്ള ഓർമ്മകൾ. ഇത് തിരുവനന്തപുരത്തൊരു ആശ്രമത്തിൽ ഞാനും ജയനങ്ങളും കൂടി പാടിയ ഒരു ഭക്തിഗാനമേളയാണത്. അത് താഴെ ഇരുന്നിട്ടാണ് സ്റ്റേജിൽ. അത് അഭേദാശ്രമം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തൊരു ആശ്രമമുണ്ട്. ഉണ്ണിയങ്കിൾ അതിൻ്റെ അഭേദാനന്ദ സ്വാമിയുടെ ഡിവോട്ടി ആയിരുന്നു. അപ്പം അങ്കിളിൻ്റെ ആഗ്രഹപ്രകാരം ജയനങ്കിളിനെ എന്നെയും ആ അമ്പലത്തിൽ ആശ്രമത്തിൽ വിളിച്ച് അന്ന് പ്രോഗ്രാം ചെയ്തതാണ്. പിന്നെ സത്യത്തിൽ ജയനങ്ങളുടെ കൂടെ ഞാൻ അധികം സിനിമകളിൽ പാടിയിട്ടില്ല. തമിഴിൽ ഒരു റഹ്മാൻ സാറിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. சித்திர நிலவு சேலையில் வந்தது முன்னே உன் சேலையின் புண்ணியம் நான் பெற வேண்டும் பெண்ணே. இந்த மண்ணுக்குள் எங்கே நீருண்டு அது வேருக்கு தெரியும். இந்த பெண்ணுக்குள் எங்கே எதுவுண்டு அது வேருக்கு தெரியும். പിന്നെ ആകെ മലയാളത്തിൽ ജയനങ്ങളുടെ കൂടെ ഒരേ ഒരു പാട്ടേ ഞാൻ പാടിയിട്ടുള്ളൂ. അത് നമ്മുടെ ദീപക് ദേവിൻ്റെ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന ചിത്രത്തിലെ നിലാക്കുടമേ നിലാക്കുടമേ നിശീധിനിയായി വിണ്ണോരം വാ കിനാക്കടവിൽ തുഴഞ്ഞലയാം മുകിൽ മെടയും ചങ്ങാടം താ. ഈ ഫോട്ടോ നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ ഞാൻ സൗവർണികാമൃതമൊക്കെ പാടി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു റെക്കോർഡിംഗ് ആണ്. അതിൽ ചിത്ര ചേച്ചി, സുജാ ചേച്ചി, ലതിക ചേച്ചി, ഞാൻ, ഞങ്ങൾ 4 പേരും കൂടി AVM C സ്റ്റുഡിയോയിലായിരുന്നു. AVM E സ്റ്റുഡിയോയിലായിരുന്നു
അതിൻ്റെ റെക്കോർഡിങ്. അത് ആദ്യമായിട്ട് ഞാൻ ലതിക ചേച്ചീനെയും ഒക്കെ കണ്ട ഒരു ദിവസമായിരുന്നു. ചിത്ര ചേച്ചിയുടെ കൂടെ കുറേ പാട്ടുകൾ ഞാൻ തെലുങ്കും തമിഴും ഒക്കെ ഒന്നിച്ച് പാടിയിട്ടുണ്ട്. പക്ഷേ സുജാത ചേച്ചിയുടെ കൂടെയും ലതിക ചേച്ചിയുടെ കൂടെയും ഈ ഒരു പാട്ട് മാത്രമേ പാടിയിട്ടുള്ളൂ. അയ്യോ, അത് ജോൺസേട്ടൻ്റെ കൂടെ ഉള്ളതാ. സത്യത്തിൽ ജോൺസേട്ടൻ്റെ കൂടെ ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് അങ്ങനെ അധികം സിംഗേഴ്സിൻ്റെ കൂടെയും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊന്നും എൻ്റെ അധികം ഫോട്ടോസൊന്നുമില്ല. എല്ലാം എൻ്റെ ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടെ ഒരു ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ കോഴിക്കോട് നമ്മുടെ ബേബി ചേച്ചീനെ എങ്ങനെ ഞാൻ പറയുക, ദേവാസുരം സിനിമയുടെ നീലകണ്ഠൻ ആ ക്യാരക്ടറിൻ്റെ ആ സ്റ്റോറിയിലെ ചേച്ചിയാണ്. ബേബി ചേച്ചിയുടെ വീട്ടിൽ അവരുടെ ആ അവാർഡ് ഫങ്ഷന് വേണ്ടി ചെന്നപ്പോൾ അന്ന് ഞാൻ പാടിയതാണ്. അന്ന് സ്റ്റേജിൽ ജോൺസേട്ടനെ ഒത്തിരി എൻ്റെ റെക്കോർഡിങ്സ് ഞാൻ റെക്കോർഡിങ്സിന് പാടാതായി ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് ശേഷം ആദ്യമായിട്ട് നാട്ടിൽ വെച്ച് കണ്ട ദിവസമായിരുന്നു അത്. ജോൺസേട്ടന് ഭയങ്കര സങ്കടമായിരുന്നു. നീ എന്തിനാ ചെന്നൈയിൽ നിന്ന് പോകുന്നത്, നീ പോരണ്ടായിരുന്നു, എന്തോരം പാട്ടുകൾ പാടായിരുന്നു, നിനക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ എന്നെ പറഞ്ഞന്ന് കുറേ ആശ്വസിപ്പിച്ച ഒരു ദിവസം. നീലരാവിൽ ഇന്നു നിന്റെ താരഹാര മിളകി സോമബിംബ കാന്തിന്നു ശീതളാംഗ മേകി പാർവതി പരിണയയാമമായി ആതിരേ ദേവാംഗനേ കുളിരഴകിൽ ഗോരോചനം എഴുതാനണയൂ. ഇത് എൻ്റെ അമ്മ, എൻ്റെ സ്വന്തം അമ്മ. എല്ലാവരുടെ അമ്മയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ അമ്മയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് സ്വന്തം അമ്മ പോലെ തന്നെ. പിന്നെ എനിക്കൊരു കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ കിട്ടി എന്നുള്ളത് കൊണ്ട് എന്നോടും അതുപോലെ തന്നെ സ്നേഹമാണ് അമ്മയ്ക്ക്. എനിക്ക് എന്താ പറയുക, എന്താണ് എൻ്റെ മനസ്സിൽ നിന്ന് അത് എനിക്ക് വാക്കുകളിലൂടെ അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല. അമ്മയോടുള്ള ആരാധനയും ബഹുമാനവും സ്നേഹവും ഒക്കെ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ്. അമ്മേനെ എന്താ പറയുക, അമ്മ ഇടയ്ക്ക് എന്നെ വിളിക്കും, ഞാനും വിളിക്കും. എൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളെല്ലാം അമ്മ അറിയാറുണ്ട്. അമ്മ വിഷമിക്കാറുമുണ്ട്, പ്രാർത്ഥിക്കാറുമുണ്ട്. അതൊക്കെ എൻ്റെ ഭാഗ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. അമ്മയുടെ കൂടെ ഞാൻ പാടിയ ഒരു പാട്ടുണ്ട്, ഇളയരാജ സാറിൻ്റെ പാട്ടാണ്. சின்ன சின்ன பூங்கொடி உன்னை சுற்றி பாடுதே கண்மணி பொன்மணி கண்ணே நீ ஓ அன்பு சின்னம் தந்ததே அள்ளித் தந்து நின்றதே என் உயிர் உன்னிடம் கண்ணே நீ ஓ വിളയാടും മാനോ അലയോടും മീനോ മടിമീതിൽ വന്ന് ചേരാതോ. എം ജി ശ്രീകുമാരേട്ടൻ്റെ കൂടെ ആണ് ഞാൻ ഏറ്റവും ആദ്യം സിനിമയിൽ പാടിയത്. അക്കരെ നിന്നൊരു കൊട്ടാരം, പിന്നെ മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവ്, അതിൽ വേണുഗോപാൽ ചേട്ടനുണ്ട്, പിന്നെ എം ജി രാധാകൃഷ്ണൻ സാറുണ്ട്, പട്ടണക്കാട് പുരുഷോത്തമൻ സാറുണ്ട്, മണികണ്ഠൻ ചേട്ടനുണ്ട്,
ജഗന്നാഥൻ സാറുണ്ട്. ഒരുപാട് ഗായകരുടെ കൂടെ ആണ് ഞാൻ സ്വാഗതം സിനിമയിൽ പാടിയത്. അതിലൊരു പാട്ട് ശ്രീകുമാരേട്ടൻ്റെ കൂടെ പാടിയതാണ്. ഫിഫി 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 നോ 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 ഫിലോമിന ഫ്രാൻസിസ് ഐ എം ഫിലോമിന ഫ്രാൻസിസ്. അങ്ങനെ ഒരു പാട്ട്. SPB സാറ് ബാലുങ്കളുടെ കൂടെ ഒരുപാട് സ്റ്റേജ് ഷോസിന് പാടിയിട്ടുണ്ട്. അതിലും കൂടുതൽ സിനിമാ പാട്ടുകൾ പാടിയിട്ടുണ്ട്. തമിഴും തെലുങ്കും ആണ് കൂടുതൽ ബാലുങ്കളുടെ കൂടെ പാടിയിട്ടുള്ളത്. ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു വലിയ മനുഷ്യനാണ്. പിന്നെ എനിക്ക് ചിന്ന ചിന്ന ആസൈ ഇറങ്ങിയതിന് ശേഷം ഏത് സ്റ്റുഡിയോയിൽ വെച്ച് അങ്കിൾ കണ്ടാലും എൻ്റെ അടുത്ത് പറയും, இந்த வாட்டி உனக்கு தான் നാഷണൽ അവാർഡ് കിടക്കാൻ പോകുന്നു, നീ പാര്, ഉനക്ക് தான் இந்த വാട്ടി നാഷണൽ അവാർഡ് എന്നൊക്കെ അവർ ബാലുങ്കൾ എപ്പോഴും പറയുമായിരുന്നു. എനിക്കൊരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ തന്ന, പ്രോത്സാഹനം തന്ന ഒരു നല്ല സിംഗറാണ് ബാലുങ്കൾ.